ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചാർട്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ആ ചാർട്ടിൽ കാണുക? സാധാരണ ഒരു 1 ഹവറിൻ്റെ ചാർട്ടിൽ നിങ്ങൾ എന്താ സാധാരണ കാണുക? ചാർട്ട് നിങ്ങളെയാണോ വാച്ച് ചെയ്യുക, അതോ നിങ്ങൾ ചാർട്ടിനെയാണോ വാച്ച് ചെയ്യുക? മനസ്സിലായി ഞാൻ എന്താ ചോദിച്ചത്? മനസ്സിലായോ? നമ്മൾ പല സ്ട്രാറ്റജീസ് പഠിക്കുക, അല്ലെങ്കിൽ പല ഐഡിയാസ് പഠിക്കുക, പലതും ട്രൈ ചെയ്ത് നോക്കുക, യൂട്യൂബിലോ അതിലും ഇതിലൊക്കെ നോക്കിയിട്ട് പലതരം ഐഡിയാസ് നമ്മൾ പയറ്റി നോക്കിയിട്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ ട്രേഡിങ്സ് കംപ്ലീറ്റ് തെറ്റി പോലെ സാധ്യതയുണ്ട്. കാരണം ഈ ട്രേഡിങ്ങിൽ നമ്മൾ ഒറ്റൊന്നിൽ ഫോക്കസ് ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് എപ്പോഴും. കാരണം ഒരാൾ സാധാരണ രീതിയിൽ ഒരു ട്രേഡിംഗ് ചാർട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്ന സമയത്ത് അയാൾ പല ഭാഗത്തുനിന്നും പലതും പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നും ഒരു മുഴുവനായിട്ടില്ല, ഏതിലിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെന്ന് കൂടിക്കളി. അയാൾ ആ ചാർട്ട് തുറന്ന് നോക്കിയാൽ ചാർട്ടിൽ അയാൾ SMC കാണാം, ICT കാണാം, ബ്രേക്ക് ഔട്ട്സ് കാണാം, പല തരത്തിലുള്ള എൻട്രീസ് അയാൾ കാണാം. പക്ഷെ അയാൾക്ക് അത് ഏതും എടുക്കാൻ കഴിയൂല. എന്നാൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി മാത്രം പഠിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം കൊണ്ടുനടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി ആ ചാർട്ട് കണ്ട അയാൾ അതിൽ മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ചാർട്ടിനെയാണ് വാച്ച് ചെയ്യേണ്ടത്, ചാർട്ട് നമ്മളെ വാച്ച് ചെയ്യരുത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ചാർട്ടിൽ നമ്മളെ ഐഡിയാസ് മാത്രമേ കാണാൻ പാടുള്ളൂ. ചാർട്ടിന്റെ ഉള്ളിലുള്ള പലതരം എൻട്രീസും കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ വരരുത്. നമ്മളെ മനസ്സിലുള്ള ഐഡിയ അത് നമ്മൾ ചാർട്ടിൽ കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. പല എൻട്രീസും പലതും മാർക്കറ്റിൽ നടക്കും, അതിൻ്റെ ഒക്കെ പിന്നാലെ പോകാൻ നിന്നാലും ഒരിക്കലും എവിടെ എത്തൂല. നിങ്ങളെ മൈൻഡിലുള്ള നിങ്ങൾ നിങ്ങൾ മാസ്റ്റർ ചെയ്ത സ്ട്രാറ്റജി ഏതാണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. SL അടിച്ചോട്ടെ, ലോസ് അടിച്ചോട്ടെ, ഒരാഴ്ച കംപ്ലീറ്റ് ലോസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.